അവസാനത്തെ മൂന്നാമത്തൊരു കാവലും കൂടിയുണ്ട്. അതൊരു ചെറിയ കാവലല്ല കേട്ടോ. ചോദിച്ചതിൽ ഏറ്റവും വലിയ ഡേഞ്ചറാണ് എന്ന് തോന്നിപ്പോകും. അസൂയക്കാരന്റെ കെടുതിയിൽ നിന്ന്, അവൻ അസൂയ വെച്ചാലുള്ള ഷർറിൽ നിന്ന് നിന്നോട് കാവൽ ചോദിക്കുന്നു അല്ലാഹ്. അസൂയാലുവിന്റെ അസൂയ അത് വലിയൊരു രോഗമാണ്, വലിയൊരു ഇടങ്ങേറാണ്. അതുകൊണ്ട് എന്തും സംഭവിച്ചേക്കാം, എന്ത് നിയമത്തുകളും തകർന്നു പോയേക്കാം. ആ അസൂയയിൽ നിന്നാണ് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നത്. അസൂയക്കാരൻ അസൂയ വെക്കുമ്പോൾ വരുന്ന ഷർറ് ചെറുതല്ല, അത് വലുതാണ്. ഹസദ് എന്ന് പറയുന്ന രോഗം പിടിപെട്ടാൽ തന്നെ വല്ലാത്തൊരു രോഗം തന്നെയല്ലേ. ഖൽബിന് ഹസദ് പിടിപെട്ടാൽ പിന്നെ എത്ര മൊഞ്ചു കൂടിയിട്ടും കാര്യമില്ല സഹോദരങ്ങളെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഒരാൾക്കൊരു നിഅമത്ത് കൊടുത്തു, അത് ദീനിയാകട്ടെ ദുന്യവിയാകട്ടെ ഉഖ്റവിയായ നിഅമത്താകട്ടെ, അതിൽ അൽഹംദുലില്ലാഹ് അത് സമ്മതിക്കാനും അതിൽ സന്തോഷിക്കാനും അതിൽ ഖൈറ് പറയാനും അതിനാണൊരു മുഅ്മിനായ മനുഷ്യന് മനസ്സുണ്ടാകേണ്ടത്. അത് ദുന്യവിയായ നിയമത്തുണ്ടാകും, അത് കണ്ട് അതിശയിച്ചിട്ട് അത്ഭുതപ്പെട്ടിട്ട് എന്തെങ്കിലും പറഞ്ഞ് ഇടങ്ങേറാക്കരുത്. അതുപോലെ തന്നെ ഉഖ്റവിയായ നിയമത്തും അല്ലാഹു തആല നൽകും, അതിലും അതുകൊണ്ടിട്ട് ഇടങ്ങേറുണ്ടാക്കരുത്. ജൂതന്മാർക്കുണ്ടായ ഒരു രോഗമാണത് ഹസദ് എന്ന രോഗം. ആ രോഗം മൂർജിച്ചത് കൊണ്ടല്ലേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ വിശ്വസിക്കാതിരുന്നത്. നബിയാണ് എന്ന് അറിയാഞ്ഞിട്ടാണോ? അല്ല. ജൂതന്മാരെ കൂട്ടത്തിൽപ്പെട്ടൊരു വിഭാഗം തന്നെ വന്ന് പറഞ്ഞില്ലേ, അവസാനത്തെ നബി ഞങ്ങളിൽ നിന്ന് വരുമെന്നിങ്ങനെ പ്രതീക്ഷിച്ച് ഞങ്ങൾ കാത്തിരിക്കാണ്. അപ്പോഴാണ് അറബികളിൽ നിന്ന് അവസാനത്തെ നബി വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്കും കൂടി റസൂലല്ലേ എന്ന് ചോദിക്കുമ്പോ ജൂതന്മാര് പറയും റസൂലുൽ ഉമ്മിയീൻ, മക്കയിലുള്ള അറബികൾക്ക് വന്ന റസൂലാണ്, ഞങ്ങൾക്കുള്ള റസൂലല്ല. റസൂലല്ല എന്ന് അറിയാഞ്ഞിട്ട, അല്ലെങ്കിൽ മൂജിദത്ത് വല്ലതും കാണാഞ്ഞിട്ടോ ബോധ്യപ്പെടാഞ്ഞിട്ടോ ആണോ? അല്ല, അവരുടെ ഹസദ് കൊണ്ട് അവർക്ക് സമ്മതിക്കാൻ കഴിയുന്നില്ല.